ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സന്തോഷകരമായ ഒരു വാർത്ത. ഷഹല ഷെറിൻ എന്ന് പറയുന്ന നമ്മുടെ ബാലുശ്ശേരി കിനാലൂരുള്ള ജയ്സലിൻ്റെ ഭാര്യ ഒളിച്ചോടിയ സംഭവത്തിൽ നമ്മൾ 2-3 വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇന്നലെ നമ്മൾ അവസാനമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. വാളയാറിൽ വെച്ച് അവരെ രണ്ടുപേരെയും കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുഹമ്മദ് റാഫിക്കൊപ്പം മൊബൈൽ കടക്കാരനൊപ്പം 3 കുട്ടികളുടെ അച്ഛനാണ്. അദ്ദേഹത്തിനോടൊപ്പം വാളയാറിൽ വെച്ച് ഏതായാലും കേരള പോലീസ് പിടികൂടിയിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് വളരെ സന്തോഷകരമായ ഒരു വിധി, ഏതൊരു സാധാരണക്കാരനെയും സംബന്ധിച്ച് ഏറ്റവും അവസാനമായി നമ്മുടെ ഒരു അത്താണി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈപ്പിടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ്, കോടതികളാണ്. പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ചിലപ്പോൾ നമ്മുടെ ജയ്സലിൻ്റെ മകനെ അവരുടെ അമ്മയോടൊപ്പം ഷഹലയോടൊപ്പം പറഞ്ഞേക്കാനാണ് സാധ്യത എന്ന രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് വന്ന 90% കമൻറ്റുകളും. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു വിധി. ഏതൊരു കോടതിയും അവസാനമായിട്ട് പരിഗണിക്കുന്നത് ആ കുട്ടിയുടെ സുരക്ഷിതത്വം തന്നെയാണ്. കാരണം കാമുകനൊപ്പം വിടാൻ വേണ്ടിയിട്ട് ഏതായാലും നമ്മുടെ കോടതി തയ്യാറായില്ല. ഉപ്പയായ ജയ്സലിൻ്റെ കൂടെ 7 വയസ്സുള്ള മകനെ പറഞ്ഞെടുക്കാൻ കോടതി എടുത്ത തീരുമാനത്തെ അങ്ങേ അറ്റം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു കോടതി വിധിയെ അങ്ങേ അറ്റം നമ്മൾ അംഗീകരിക്കുന്നു, സന്തോഷിക്കുന്നു. ഇത് തന്നെ ആവണം നമ്മുടെ കോടതികളുടെ വിധികൾ. തീർച്ചയായും കുട്ടികളുടെ കൊണ്ട് സ്വന്തം സുഖത്തിന് വേണ്ടി തെമ്മാടിത്തത്തിന് ഇറങ്ങിപ്പോകുന്ന ഏതൊരു സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽപ്പെട്ട തീരുമാനം കോടതികൾ കൈക്കൊണ്ടാൽ മാത്രമേ നാളെയും സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഈ ഒരു രീതി മാറ്റിയെടുക്കണം. അവർക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിൽ അവർ കാണിക്കട്ടെ, ഇനി അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ തിരുത്തി കൊടുക്കട്ടെ. പക്ഷേ ഈ മകനെ കൂടി ആ ഒരു ചുടുകാട്ടിലേക്ക് കൊണ്ടുചിടാനുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും നമ്മുടെ കോടതി തിരുത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ പറഞ്ഞാലും ജയ്സൽ ആ സൗദിയിൽ നിന്ന് പ്രവാസിയായ മനുഷ്യൻ 2 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്ത് സ്വന്തം ഭാര്യയെയും കാണുന്നില്ല, കുട്ടിയെയും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇനി എത്ര മോശക്കാരനായാലും അദ്ദേഹത്തിൻ്റെ ചോരയിൽ പിറന്ന കുട്ടിയാണ്. അദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് താനും. ഏതായാലും ആ കുട്ടി ആ ഭാര്യയെക്കാളും ഇപ്പോൾ സുരക്ഷിതൻ എന്ന് പറയുന്നത് ഏതായാലും അച്ഛനായ അല്ലെങ്കിൽ വാപ്പയായ ജയ്സലിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വകവെച്ചത്. കാരണം അദ്ദേഹം ഇപ്പോൾ പോകുന്നത് 3 കുട്ടികളെ വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഒരു 9ഉം ഒരു 7ഉം ഒരു 6 മാസവുമുള്ള കുട്ടികളെ ഉപേക്ഷിച്ച് വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ തീർച്ചയായിട്ടും കുട്ടി സുരക്ഷിതമായി ഇരിക്കില്ല എന്ന് ഏതായാലും കോടതിക്ക് തോന്നി. അത് തന്നെ വലിയ സന്തോഷം, വലിയ സമാധാനം. ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തത്. അല്ലാതെ ഷഹല എന്ന് പറയുന്ന ആ സഹോദരി ഒളിച്ചോടിപ്പോയതിന് നമ്മൾക്ക് ആർക്കും യാതൊരു മനസ്താപവുമില്ല. കാരണം അതുപോലെ തന്നെ ജയ്സലും പറഞ്ഞു, അവരുടെ ഭർത്താവായ ജയ്സലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എനിക്ക് കുട്ടിയെ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹവും ഈ ഒരു കാര്യം നമ്മളോടൊപ്പമുള്ള മാധ്യമങ്ങളോട് പങ്കുവെക്കാനും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും എൻ്റെ മകനെ കണ്ടെത്തി എനിക്ക് തിരിച്ചു തരണമെന്ന് മാത്രമാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു ഡിമാൻഡ് പറഞ്ഞത്. ഏതായാലും പടച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ന്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയും മനസ്സിലാക്കിയത് എന്ന് നമ്മൾക്ക് ശരിവെക്കാം. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ ജയ്സലിൻ്റെ കൂടെ വിടാനുള്ള കോടതിയുടെ വിധി ഇപ്പോൾ വന്നു. ഏതായാലും ആ ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വീഡിയോ തന്നെയാണ്. ഭാവിയിലും ഇത്തരത്തിൽപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കുട്ടിയെയൊക്കെ കൂട്ടിയിട്ട് അന്യരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന, ചിലപ്പോൾ സ്വന്തം മതം പോലും ആയിരിക്കില്ല, അത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹണിമൂൺ കാലാവധിയുണ്ട്. ചുരുങ്ങിയത് 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറിത്തുടങ്ങും. ആ മാറിത്തുടങ്ങൽ ആവുന്ന സമയത്ത് ഇനി എവിടെ നിന്നും ഇവർക്ക് യാതൊരു സുരക്ഷിതത്വം ലഭിക്കാത്തൊരവസ്ഥ വരും. കാരണം സ്വന്തം വീട്ടിലേക്കും പോകാൻ പറ്റില്ല. കാരണം സ്വന്തം മാതാപിതാക്കളൊക്കെ ഇപ്പോൾ തല കുനിച്ചാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം ആ കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് പല ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹവും ഇപ്പോൾ അങ്ങനെയാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും അങ്ങോട്ട് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവരുടെ തീരുമാനമാണ് ആത്യന്തികമായിട്ട്. അത് തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയും വകവെച്ച് കൊടുക്കുന്നത്. കാരണം 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു സഹോദരിക്കും ഏതൊരു മതസ്ഥൻ്റെ കൂടെയും ഏതൊരു മനുഷ്യൻ്റെ കൂടെയും ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമ സംവിധാനം തന്നെ തരുന്നുണ്ട്. അത് തന്നെ മുതലാക്കിയിട്ടാണ് ഇവരൊക്കെ ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഏതായാലും ആത്യന്തികമായിട്ട് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം മാത്രമല്ല എന്നുള്ളതാണ്. ഈ പിഞ്ചു കുട്ടികളുടെ അല്ലെങ്കിൽ പിഞ്ചു കുട്ടികളുടെ ജീവിതം കൂടി അവർ നശിപ്പിക്കുകയാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് അവരുടെ നല്ലൊരു വ്യക്തിത്വം അവർക്ക് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുരക്ഷിതത്വം നമ്മുടെ കുട്ടികൾക്ക് ഫീൽ ചെയ്യണം.
അല്ലാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആ കുട്ടികൾ പഠിച്ചത് കൊണ്ടോ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രീതിയിലെ കുട്ടികൾ വളർന്നത് കൊണ്ടോ അവരുടെ വ്യക്തിത്വം വികസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചിലപ്പോൾ അവർ ക്രിമിനൽ ബുദ്ധിയുള്ളവരായി മാറാം, ചിലപ്പോൾ മറ്റ് മയക്കുമരുന്നുള്ള മറ്റ് സംഭവങ്ങളിലേക്ക് നീങ്ങാൻ അവരുടെ മാനസികാവസ്ഥ അത്തരത്തിലായിരിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വളരുന്ന കുട്ടികൾ മാനസികപരമായിട്ട് അവർക്ക് യാതൊരു സ്വസ്ഥതയും അവർക്ക് വീട്ടിലും ലഭിക്കില്ല, അതുപോലെ തന്നെ പഠനത്തിലും ലഭിക്കില്ല. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ഭാവി തുലാസിലാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇപ്പോൾ ഷഹലയുടെ മകനെ, തീർച്ചയായിട്ടും മുഹമ്മദിനെ ഏതായാലും ജയ്സലിൻ്റെ കൂടെ വിടാനുള്ള വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി ആ സഹോദരിക്ക് പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും പല വിഷമതകളും ചിലപ്പോൾ ഈ ജയ്സലിൻ്റെ വീട്ടിലും അവരുടെ സഹോദരിയുടെ ഭാഗത്ത് നിന്നും ഉമ്മയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ആയിരുന്നില്ല ആ സഹോദരി തിരഞ്ഞെടുക്കേണ്ട ഒരു വഴി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കുടുംബത്തെ കൂടി വയ്യാതാരമാക്കി ഈ ഒരു കുടുംബവും വയ്യാതാരമായി. ഇനി അവർ പുതിയ ജീവിതം അവർ ജീവിച്ചിട്ട് അവരുടെ വഴിക്ക് നമുക്ക് അവിടെ വിടാം. തീർച്ചയായിട്ടും അവർ ജീവിക്കട്ടെ, ജീവിച്ച് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ. പക്ഷേ ജയ്സലിനും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ഏക ലക്ഷ്യം അല്ലെങ്കിൽ ഏക ഉദ്ദേശം എന്ന് പറയുന്നവരുടെ മകനായിരുന്നു. ആ മകനെ ജയ്സലിന് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് കടക്കാനുണ്ട്. അതൊക്കെ അള്ളാഹു തീർച്ചയായിട്ടും പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തിട്ട് സൗദിയിലേക്ക് വണ്ടി കയറിയത്. ഏതായാലും അതൊക്കെ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതമെല്ലാം ത്വരിതപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഇതിന് ആത്യന്തികമായിട്ട് ഒരു തിരശ്ശീല ഇപ്പോൾ വീണിരിക്കുകയാണ്. ഇത്രയും ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം 16-ാം തീയതി കാണാതായതാണ്. ഏതായാലും ഈ മാസം ഇന്ന് 31-ാമത് തീയതിയോടുകൂടി ഈ ഒരു കാര്യത്തിന് ഏതായാലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പോലീസിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കണം. അവരുടെ നല്ല ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിയമ സംവിധാനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഇപ്പോൾ മകനെ വാപ്പയുടെ കൂടെയാണ് സുരക്ഷിതത്വം കൂടുതൽ എന്ന് കണ്ടെത്തിയ കോടതിക്കും തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു വീഡിയോ ഒരുപാട് ദിവസമായി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒന്ന് സ്കൈപ്പ് അടിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ വരുന്ന പ്രത്യേക വാർത്തകളും വീഡിയോകളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.